ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് അച്ഛൻ മലക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. മുണ്ട്, ബെഡ്ഷീറ്റ്, തോർത്ത് എല്ലാം ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അച്ചായുടെ കുറേ ഷർട്ട്, പാൻറ്റ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുത്ത് അപ്പം അമ്മ ഓരോന്നൊക്കെ ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. പിന്നെ ഞാനും ഇട്ട് നോക്കി. ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ ഭയങ്കര വലുതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അച്ചായുടെ കുറേ സാധനങ്ങൾ ഇതേപോലെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചെരുപ്പ്, സൈക്കിൾ, അച്ഛൻ യൂസ് ചെയ്ത സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഇരുന്നിരുന്ന് ചീത്തയാവണതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയാണല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ പണിയിലേക്ക് കടന്നു. മെയിൻ കാര്യം ക്ലീനിങ് ആയിരുന്നു. അപ്പം ഞാനിവിടെ പൊടിയൊക്കെ അടിച്ച്, എനിക്ക് പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് തന്നെ വഴിയെ പോയാൽ മതി അപ്പം തന്നെ തുമ്മൽ തുടങ്ങും. തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ. അത്രയും ശോകമായിരിക്കും തുമ്മിക്കഴിഞ്ഞാൽ. പിന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ മരുന്ന് കഴിക്കണം. ആ മരുന്ന് കഴിച്ചാൽ അതിനേക്കാളും വലിയ ക്ഷീണമായിരിക്കും. പിന്നെ 2 ദിവസത്തേക്ക് ഉറക്കമായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുക്കളയിൽ പിന്നെ കയറി ക്ലീനിങ്ങായി. കുറേ കുപ്പികളും പാട്ടകളൊക്കെ ഇരുന്നിച്ച് ഈ ചെറിയ ചെറിയ ബോട്ടിൽസിൽ വെള്ളം എപ്പോഴും പുറത്തുനിന്ന് വാങ്ങണതുകൊണ്ട് തന്നെ അത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കിയെല്ലാം കൊണ്ടുപോയി കളയണേ കേട്ടോ. പിന്നെ ഗ്യാസ് സ്റ്റവൊക്കെ തുടച്ചു. പിന്നെ ഞാൻ മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ ഹെന്ന തലയിൽ യൂസ് ചെയ്യും കേട്ടോ. അതും നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ അതിൽ ബാക്കി വന്നപ്പോൾ ഞാൻ അമ്മക്കും കുറച്ച് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ നിച്ചൂട്ടൻ്റെ വണ്ടിയാണ്. മാമൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ട്. അപ്പോൾ അതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ട് നേരെ ബെർത്തിലോട്ട് കയറ്റാൻ പോണേണ്. അവൻ വരുമ്പോൾ മാത്രം അതെടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പാചകത്തിലോട്ട് കിടന്നു. ഇന്ന് ഞാൻ ചട്ടിയിൽ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതിൽ ചട്ടി എടുത്ത് അടുപ്പത്ത്, മൺചട്ടിയില്ല കേട്ടോ. അപ്പം ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണതൊക്കെ കുറേ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനുള്ള വെറൈറ്റി സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ ടോമുവിനെ ഒന്ന് കളിപ്പിച്ചിട്ട് പിന്നെയും ഞങ്ങൾ കുക്കിങ്ങിലേക്ക് കയറി. ബീഫ് ബിരിയാണി കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ട സാലഡൊക്കെ അമ്മ അവിടെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു. ബീഫും പിന്നെ മീൻകറിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. നിങ്ങൾ ചെയ്യണ സപ്പോർട്ടായിരിക്കും ഞങ്ങൾക്ക് കൂടുതലും വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കുറച്ചുകൂടി മാമന് കൊടുക്കാൻ വേണ്ടി എടുക്കണേ കേട്ടോ. അങ്ങനെ നേരെ അമ്മ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം മാമൻ്റെ അടുത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണേ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.